കൊച്ചി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരമായിരിക്കുകയാണ്. പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഉടൻ തന്നെ നഗരസഭാ പ്രവർത്തനങ്ങൾ മാറും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചൊവ്വാഴ്ചയാണ് ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. പഴയ മന്ദിരം പൈതൃക കെട്ടിടമായി സംരക്ഷിക്കുമെന്നാണ് മേയർ എം അനിൽകുമാർ പറഞ്ഞത്. കൊച്ചി കോർപ്പറേഷൻ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറുകയാണ്. 21-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ ആസ്ഥാന മന്ദിരം തയ്യാറാകുന്നത്. 2005-ലാണ് പുതിയ ആസ്ഥാന മന്ദിരം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. മറൈൻ ഡ്രൈവ് പദ്ധതി വിഭാവനം ചെയ്ത കുൽദീപ് സിംഗ് ആണ് ഈ ആസ്ഥാന മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ നിൽക്കുന്നത് കൗൺസിൽ ഹാളിലാണ്. ഡിജിറ്റൽ ഹാൾ എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും കൗൺസിലർമാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാലാവധി പൂർത്തിയാകുന്ന കൗൺസിലിൻ്റെ മീറ്റിങ്ങുകൾ ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം നടക്കുമെന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം പുതിയ കൗൺസിൽ പൂർണ്ണമായിട്ടും ഇവിടെയായിരിക്കും കൂടുക. 82 കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 25 ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് കൗൺസിൽ യോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൗൺസിൽ ഹാളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോ വിഭാഗങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്യൂബിക്കിൾസ് ഒക്കെ ഇട്ട് അവർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന, അതിനെ മുഴുവനും ലാപ്ടോപ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഇപ്പം ജീവനക്കാർ ഇരിക്കുന്ന ഭാഗങ്ങളുടെ ഒരു സൈഡ് മുഴുവൻ മംഗളവനമാണ്. നമ്മളൊരു ജോലി ചെയ്യാനുള്ളൊരു അന്തരീക്ഷവും ഒരു കോർപ്പറേഷൻ ഓഫീസിൽ പ്രധാനമാണ്. ഏകദേശം 1,76,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ റിസപ്ഷനിൽ തന്നെ കാണുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു രൂപരേഖയാണ്. ആ രൂപരേഖയിൽ പ്രമുഖരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചി കോർപ്പറേഷനെ കൂടുതൽ അടുത്തറിയാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മേയർ തന്നെ പറയുകയുണ്ടായി, ഇതൊരു കേരള മാതൃകയിലല്ല ഇത് ഈ ആസ്ഥാന മന്ദിരം ഒരുക്കിയിരിക്കുന്നത്. കാരണം മറൈൻ ഡ്രൈവ് പദ്ധതി രൂപകൽപ്പന ചെയ്ത കുൽദീപ് സിംഗ് ആണിത് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളീയ മാതൃക ഇതിനകത്ത് കാണാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് ഈ ആസ്ഥാന മന്ദിരത്തിന് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ ഇതുവഴി കഴിയുമെന്നും കോർപ്പറേഷൻ മേയർ അറിയിക്കുന്നുണ്ട്. വിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.